ബാംഗ്ലൂരിൽ നടന്നിട്ടുള്ള ബുൾഡോസർ രാജ് എന്ന് പറയുന്ന കസ്തൂരി നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പ്രധാനമായിട്ടും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളും ദളിതരും താമസിക്കുന്ന ഒരു ചേരി പ്രദേശം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു ദിവസം രാവിലെ വന്ന് 4 മണി മുതൽ കംപ്ലീറ്റ് ആയിട്ട് ഡിമോളിഷ് ചെയ്യുന്ന ഒരു നടപടി ഉണ്ടായത്. അപ്പോൾ അത് വളരെ വ്യാപകമായിട്ട് ദേശീയ തലത്തിൽ തന്നെ അത് ചർച്ചയായിട്ടുണ്ട്. കേരളത്തിലും അത് വളരെ വ്യാപകമായിട്ട് ചർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിനെ അടിയന്തരാവസ്ഥ കാലത്ത് ഡൽഹിയിൽ നടന്ന തുർക്കുമാൻ ഗേറ്റ് സംഭവമായിട്ടാണ് ചിലർ അതിനെ ഇക്വേറ്റ് ചെയ്യുന്നത്. അന്ന് ഡൽഹിയിലെ ഈ ഇന്നത്തെ നമ്മുടെ ഓൾഡ് ഡൽഹി എന്ന് പറയുന്ന പ്രദേശത്ത് മുസ്ലിം ന്യൂനപക്ഷ സമുദായങ്ങൾ താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു തുർക്കുമാൻ ഗേറ്റ് എന്ന് പറയുന്നത്. ചേരി പ്രദേശം പോലെയുള്ള പ്രദേശമായിരുന്നു. ഇവിടെയുള്ള അന്തേവാസികളെ മുഴുവൻ തന്നെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇതിനെ ഡിമോളിഷ് ചെയ്യുകയായിരുന്നു ചെയ്തത്. സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള, അതായത് ഡൽഹിയെ ബ്യൂട്ടിഫൈ ചെയ്യുക, ഡൽഹിയെ സുന്ദരമാക്കുക, മനോഹരമാക്കുക എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യവുമായിട്ടായിരുന്നു ഈ തുർക്കുമാൻ ഗേറ്റ് സംഭവം നടന്നത്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെ തന്നെ അടിയന്തരാവസ്ഥയിലുണ്ടായിട്ടുള്ള തിന്മകളിൽ ഒരു പ്രധാനമായിട്ട് വന്ന ഒരു വാക്കായിരുന്നു തുർക്കുമാൻ ഗേറ്റ് സംഭവം. ഏതാണ്ട് സമാനമായിട്ടുള്ള നിലയിലാണ് ഈ പറയുന്ന കസ്തൂരി നഗറിലെ ഈ ചേരി പ്രദേശത്തെ ഇടിച്ചു നിരത്തിയ നടപടിയെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത് കോൺഗ്രസ് സർക്കാർ പറയുന്നത് അത് അനധികൃതമായി കുടിയേറിയ ഒരു സ്ഥലമാണ്. അത് മാലിന്യങ്ങൾ നിക്ഷേപിക്കാനായിട്ട് ബാംഗ്ലൂർ നഗരസഭ മാറ്റിയിട്ടിരുന്ന സ്ഥലത്ത് അനധികൃത കുടിയേറ്റക്കാർ വന്ന് കയ്യേറിയിട്ട് അവിടെ താമസിക്കുകയാണ്. ഈ അനധികൃത കുടിയേറ്റക്കാർ ഇന്ത്യയിലല്ല ലോകം മുഴുവനുള്ള ചേരികളിൽ സംഭവിക്കുന്നത് മുഴുവൻ അനധികൃത കുടിയേറ്റക്കാരാണ്. അനധികൃത കുടിയേറ്റക്കാരെന്ന് പറയുന്നതിൽ 90% പേരും മിക്കവാറും മറ്റൊരു ഗതിയുമില്ലാതെ ഈ നഗരപ്രാന്തങ്ങളിൽ വന്നിട്ട് ഏറ്റവും ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്ന തരത്തിലുള്ള ഒരു ജനതയാണ്. അത് ലോകമാകെയുള്ള ഒരു വലിയ ഇതാണ്. അപ്പോൾ അതിൻ്റെ കാരണമായിട്ടുള്ള ആ കാരണത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം അവരുടെ വീടുകൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ ഈ ഇരുട്ടിൻ്റെ മറവിൽ വന്ന് ഇടിച്ചു നിരത്തുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു നടപടിയല്ല. അപ്പോൾ അത് അവർ അനധികൃത കുടിയേറ്റക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒഴിവാക്കി അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലങ്ങൾ ഇടിച്ചു നിരത്തി എന്ന് പറയുന്നതിന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. അതിന് മാത്രമല്ല ഇവർക്ക് യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പുകളും നൽകിയിട്ടില്ല എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. നോട്ടീസ് കൊടുക്കുന്നുണ്ടെന്ന് പറയും. അതിപ്പം UP-ലും മറ്റു സ്ഥലത്തല്ല. ഇപ്പം ഇതിൽ സുപ്രീം കോടതിയുടെ തന്നെ ഒരു വിധിയുണ്ട്. സുപ്രീം കോടതിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഗവായിയുടെ ഉണ്ടായിരുന്ന ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. അതായത് ഈ ബുൾഡോസർ രാജ് പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷവും ബുൾഡോസർ രാജ് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്കറിയാം. പക്ഷേ എന്നാൽ തന്നെയും സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു കേസിൽ ഒരാളൊരു പ്രതിയാണ് അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളാണ് എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരോ കുടുംബക്കാരോ താമസിക്കുന്ന ഒരു വീട് ഇടിച്ചു നിരത്താനായിട്ട് അവകാശമില്ല എന്ന് പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള ഇതുണ്ട്. ഈവൻ അനധികൃതമായിട്ട് കയ്യേറിയ ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിലും ആ സ്ഥലത്തിൻ്റെ അവർക്ക് മിനിമം 1 മാസത്തെ നോട്ടീസ് കൊടുക്കണം. മറ്റു തരത്തിലുള്ള എല്ലാ ഇതും അവർക്ക് ഒഴിഞ്ഞു പോകാനും മറ്റുള്ള സൗകര്യങ്ങൾ കൊടുക്കണം എന്നെല്ലാം പറയുന്ന ഒരു നിയമം അല്ലെങ്കിൽ നമ്മുടെ പരമോന്നത നീതിപീഠം പറഞ്ഞ ഒരു ജഡ്ജ്മെൻറ്റ് നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ പറഞ്ഞ നിലയിലുള്ള ഒരു ഇടിച്ചു നിരത്തൽ നടന്നത്. അപ്പോൾ കേരളത്തിൽ ഇതെല്ലാം തന്നെ വളരെയധികം ചർച്ചയാവുന്നതെന്ന് പറയുന്നത് കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണി രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ്. ആ മുന്നൊരുക്കങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് അതിൻ്റെ ദേശീയ നേതൃത്വത്തിൽ പറയുന്നത്. അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു മുതിർന്ന നേതാവ് പറയുന്നത് നമുക്ക് BJP-യിൽ നിന്നും RSS-ൽ നിന്നും പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. മറ്റൊരു സ്ഥലത്ത് അത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഒരു ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ്സുകാരെല്ലാവരും കൂടെ ഒറ്റ സുപ്രഭാതത്തിൽ BJP-യുമായിട്ട് ചേർന്നിട്ട് അവിടെ ഭരണം പങ്കിടുന്നു എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. അപ്പം രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് ഒരു ബദൽ എന്നുള്ള നിലയിലുള്ള കോൺഗ്രസിൻ്റെ ആ മുന്നൊരുക്കത്തെയാണ് ഇതെല്ലാം തന്നെ ബാധിക്കുക.